കളമശ്ശേരിയിൽ പി രാജീവ് ലീഡ് തിരിച്ചു പിടിച്ചിരിക്കുകയാണ്. കൊച്ചിയിൽ നിന്നുള്ള സിബി ആവശ്യമുണ്ട്. ഏറ്റവും അധികം തിരിച്ചടി കാണുന്നത് CPIM-നാണ് എന്നത് പ്രത്യേകം പറയണം. CPIക്കും മാണി ഗ്രൂപ്പിനും ആ നിരക്കുള്ള വലിയ പരിക്ക് കാണുന്നില്ല എന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കൊച്ചിയിൽ UDF 832 വോട്ടിന് മുഹമ്മദ് ഷിയാസ് ലീഡ് ചെയ്യുന്നത് കൂടി കാണേണ്ട കാര്യമാണ്. ഇപ്പോൾ തിരിച്ചു വന്നിട്ടില്ല. ആര്? നമ്മൾ ഇതുവരെ പരാമർശിക്കാത്ത ഒരു പേരാണ് ഷാഫി പറമ്പിൽ. ഷാഫി പറമ്പിൽ പോയിടത്തെല്ലാം ക്യാമ്പയിൻ ചെയ്തെല്ലാം വർഗീയമായ വോട്ടുകൾ വേർതിരിഞ്ഞു എന്നായിരുന്നു LDFന്റെ ഒരു ആരോപണം. നോക്കൂ, തിരുവനന്തപുരം ജില്ലയിൽ ഷാഫി പറമ്പിൽ ക്യാമ്പയിന് പോയ വാമനപുരം മണ്ഡലത്തിൽ ഇപ്പോൾ സുധീർ ഷാ പാലോട് എന്ന് പറയുന്ന UDF സ്ഥാനാർത്ഥി മുന്നിലാണ്. വാമനപുരത്ത് UDF മുന്നിൽ എന്നൊരു വാർത്ത കണ്ടിട്ട് കാലാവത്രയെ കേരളം ഒട്ടാകെ ഒരു തരംഗമാഞ്ഞ് 88 കുറഞ്ഞല്ലോ ഇതല്ലേ, 48-88. കേരളം ഒട്ടാകെ ഒരു തരംഗമാഞ്ഞടിക്കുമ്പോൾ അത്ഭുതകരമായി പല മണ്ഡലങ്ങളും വിജയിക്കുക, പലയിടത്തും മാറ്റിമറിച്ചിലുണ്ടാവുക എന്നുള്ള സ്വാഭാവികമാണ്. അപ്പോൾ വാമനപുരത്ത്, കൊച്ചിയിൽ ഒക്കെ ലീഡ് ചെയ്യുന്നു എന്ന് വെച്ചാൽ മലപ്പുറത്ത് ഒരു സീറ്റും ബാക്കിയില്ല. മലപ്പുറത്തെ തവനൂർ സുൽത്താനെ ജനം, എല്ലാ സുൽത്താൻമാരും കോട്ട കടന്നു പോകുമെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ കോട്ട ഉപേക്ഷിച്ച് പോവാണ്. അല്ലെങ്കിൽ പൊന്നാനിയിലേക്ക് ചെല്ലുമ്പോൾ പൊന്നാനി എന്ന് പറഞ്ഞാൽ LDFന്റെ ഉരുക്കായിരുന്നു, അവിടെ നിന്ന് നഷ്ടപ്പെടുകയാണ്. KP നൗഷാദ് അലി അവിടെ ലീഡ് ചെയ്യുന്ന കാഴ്ചയാണ് കാണുന്നത്. പിണറായി വിജയനും സതീശനും ഇനിയും തിരിച്ചു വന്നിട്ടില്ല. ഇനി ഏത് മന്ത്രിമാരാണ് ഇപ്പോൾ മുന്നിൽ നിൽക്കുന്നത്? മന്ത്രിമാരിൽ ആർക്കാണ് പരിക്കേൽക്കാത്തത്? അതാണ് നോക്കേണ്ടത്. മന്ത്രിമാർ, പിണറായി വിജയന് പരിക്കേൽക്കുമ്പോൾ മന്ത്രിമാർക്കും പരിക്കേൽക്കണമല്ലോ. പക്ഷേ ഇപ്പോൾ പി രാജീവ് തിരിച്ച് വന്നിട്ടുണ്ട് എന്നത് കാണാൻ പറ്റും. ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി, മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും തിരിച്ചു വന്നിട്ടില്ല എന്നതാണ്. കളമശ്ശേരിയിൽ UDF തന്നെയാണ് കേട്ടോ 76 വോട്ട് ലീഡ്. തൃശ്ശൂരിൽ ഏറെ നേരം മുന്നിലായിരുന്ന TN പ്രതാപൻ ഇപ്പോൾ വിയർക്കുകയാണ്. അവിടെ LDF 24 വോട്ടിന് മുമ്പിലാണ് ഇപ്പോൾ രണ്ടാം റൗണ്ട് എണ്ണി തുടങ്ങുമ്പോൾ. ഇരിങ്ങാലക്കുടയിൽ പക്ഷേ മന്ത്രി ബിന്ദുവിന് ഒരു ഘട്ടത്തിൽ ലീഡ് നില ഉയർത്താൻ കഴിയുന്നില്ല ഇപ്പോൾ എന്നുള്ളത് കാണാം. മണലൂരിൽ LDF വീണ്ടും തിരിച്ചു വരുന്നു. തൃശ്ശൂരിൽ പക്ഷേ മേധാവിത്വം തുടരുകയാണ് UDF തൃശ്ശൂർ മണ്ഡലത്തിൽ. വടക്കാഞ്ചേരി കുറച്ച് സമയത്തേക്ക് UDFിലേക്ക് പോയെങ്കിലും വടക്കാഞ്ചേരി 2450 വോട്ടിന് ഇപ്പോൾ ഷുക്കൂർ റിപ്പോർട്ട് ചെയ്യുന്ന പ്രകാരം VD സതീശൻ പിന്നിൽ പോയിരിക്കുന്നത് LDF ഭരിക്കുന്ന ഏക പഞ്ചായത്ത് എണ്ണുമ്പോഴാണ്. വളരെ വേഗത്തിൽ അദ്ദേഹം തിരിച്ചു വരും എന്നാണ്. അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും ഒരു ഉൾപാർട്ടി പണി പോലുള്ള സാധനങ്ങൾ സംശയിക്കേണ്ടതില്ല എന്ന് തോന്നുന്നു. അപ്പോൾ നമുക്കത് ഷുക്കൂറിലേക്കൊന്ന് പോയാൽ അതിന്റെ ഒരു ഡീറ്റെയിൽസ് അറിയാൻ പറ്റുമായിരിക്കും. സതീശൻ വേഗത്തിൽ തിരിച്ചു വരുമോ, ആ വരുന്ന വരവ് വലിയ വരവായിരിക്കുമോ എന്ന് അറിയണം. മാവേലിക്കര പോലൊരു മണ്ഡലത്തിൽ UDF ലീഡ് നേടും ഏതെങ്കിലും ഘട്ടത്തിൽ എന്നൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും കാലത്ത് മാവേലിക്കര, ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കര UDF പിടിച്ചിരിക്കുന്നു.